everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അൺപാക്കിംഗ് ആൻഡ് മൗണ്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഫർണിച്ചറൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വാങ്ങിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത സാധനങ്ങളൊന്നും കിട്ടത്തില്ല, കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്ത് കൈ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വാങ്ങിച്ച് നമ്മൾ തന്നെ എല്ലാം ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഫർണിച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയുള്ളത് ഒരു കോഫി ടേബിൾ. ഞാനത് അൺപാക്ക് ചെയ്ത് മൗണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പീസ് വന്നേക്കണത്. ഇനി ഇതിൽ നിന്നും ഇതിൻ്റെ ലെഗ്സും ലെഗ് പീസും അതുപോലെ ടേബിൾ ടോപ്പും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ആണികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇനി അഴിച്ച് ഇതിൻ്റെ ഒരു കോഫി ടേബിളിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പണിയിലേക്ക് കിടക്കാം. ഇത് ഞങ്ങളിവിടെ ഇക്കിയ എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. ആ ഷോപ്പിലാണ് വാങ്ങിച്ചത്. നമ്മുടെ നാട്ടിലും ഉണ്ട് ഇപ്പോൾ ഇക്കിയൊക്കെ. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറുകളും അതുപോലെ ബാത്റൂം, കിച്ചൺ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കിട്ടും. നമ്മൾ തന്നെ ഫിറ്റ് ചെയ്തെടുക്കണം. ആൾക്കാരെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ തന്നെ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യേണ്ടത്. ഇതിലിങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സ്ക്രൂസ് ഉണ്ട് യൂസ് ചെയ്യണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം എന്നൊക്കെ ഈ ഒരു ബുക്കിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബുക്കിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് അസംബിൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ബുക്കിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വേണമെന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചുറ്റിക വേണം. പിന്നെ നമ്മുടെ സാധാരണ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് ടൂൾസ് ആയിട്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലുള്ള 4 സ്ക്രൂ വേണം. അങ്ങനത്തെ ഈ ഒരു സെറ്റ് ഇതിലുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ റെഡിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലൊരു സാധനമുണ്ട്. അതും അവർ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഓരോ സാധനങ്ങളായിട്ട് മാറ്റി മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഇത് 4 കാലുണ്ട്. 1, 2, 3, 4 കാലുണ്ട്. പിന്നെ ഇതാണ് ടോപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആയി. ഇനിയിപ്പോൾ അതൊക്കെ പണി തുടങ്ങാം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പീസിനകത്ത് ഈ ഒരു ആണികൾ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് താഴെ 4 സൈഡിലും 4 ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു ആണികൾ പിടിപ്പിക്കാം. ആദ്യം ഞാൻ ഇത് പൊട്ടിച്ച് ഒന്ന് സോർട്ട് ചെയ്ത് വയ്ക്കാം. ഇത് 4 നമുക്ക് ആവശ്യമാണ്. പിന്നെ 4 ചെറിയ ക്ലാമ്പുണ്ട്. അതിവിടെ ഇരിക്കട്ടെ. പിന്നെ വലിയ ആണികൾ 4 എണ്ണം ഉണ്ട്. പിന്നെ 4 ചെറിയ ആണികളുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ആണികൾ 4 സൈഡിലും പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് തിരിച്ച് കയറ്റിയാൽ മതി എന്ന്. അപ്പോൾ ഇതിന് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഞാൻ ഇത് ഫിറ്റ് ചെയ്യട്ടെ.
ഏകദേശം ഫിറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാലുകൾ ഈ ആണിയിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലിനും ഇതുപോലെ തന്നെ ഇവിടെ ഹോളുണ്ട്. കാലിന് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് റൈറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കേറിയിട്ടുണ്ട്, ചെറിയൊരു ആട്ടമുണ്ട്. പക്ഷെ ഇനി തിരിച്ചത് പൊട്ടിപ്പോവോ? നമ്മുടെ ടേബിളിന്റെ 4 കാലും ഫിറ്റായി. അപ്പോൾ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന്. ഇത് ശരിക്കും നമ്മുടെ ടേബിളിന്റെ ടോപ്പ് പാർട്ട് കഴിഞ്ഞു. ഇതിന്റെ താഴെ ചെറിയൊരു പാർട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു പ്ലേറ്റും കൂടി ഇത് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ മാർക്കിംഗ് ചെയ്യാം. ആദ്യം ഞാൻ ഈ ടേബിളൊന്ന് തിരിച്ചു വയ്ക്കാം. ഇതിൻ്റെ അളവെടുക്കുവാണ്. ആദ്യം ഇത് കാലിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു പോയിന്റ് ആണ് അവർ കുത്തോ. ഞാൻ ഈ സ്കെയിൽ എടുത്തിട്ട് ഇതിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്. ഈ ഹോളിലാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാലിൻ്റെ അളവെടുത്തിട്ട് ഇവിടെ ഒരു ഇവിടെയും ഒരു ആണിക്ക് വേണ്ടിയിട്ട് ഉള്ള മാർക്കിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4ൽ പറയണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് 8 നെയിൽസ് ബാക്കിയുണ്ട്. അതിൽ വലിയ നെയിൽ എടുക്കുക, ഈ ക്ലാമ്പ് എടുക്കുക. എന്നിട്ട് ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ആണിനെ ഇതിലേക്ക്
ഈ 2 കാലിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ ഇങ്ങോട്ട് കയറ്റുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ ഒരു ഇതിൽ പറഞ്ഞത് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഈ റൗണ്ട് ആയിട്ടിരിക്കുന്ന സാധനം മേളിലേക്ക് വരണം, എന്നിട്ട് അതിലേക്ക് ആണി പിടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് അറ്റ കൈ പ്രയോഗിക്കുകയാണ്. അത് കറക്റ്റായിട്ട് അതിലിരിക്കണം, ചരിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റ് ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പുറ സൈഡിലും ഇതുപോലെ പിടിപ്പിക്കട്ടെ. താഴത്തെ 2 ക്ലാമ്പും ഫിറ്റായി. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കട്ടെ. ഓക്കെ, ഇനി നമ്മുടെ സംഭവം വീണ്ടും തിരിച്ചിടണം. എന്നിട്ട് ഈ 2 കാലിലും കൂടെ കൂടിയിട്ട് ഇതേപോലെ തന്നെ നമ്മളിത് ഫിറ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ മേളിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മുടെ പോയിന്റ് മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്കായിട്ടുണ്ട്. ഇനി ഈ കാലുകൾ അവിടെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബുക്ക് എടുത്ത് നോക്കട്ടെ. സൈഡും ഫിറ്റ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, അപ്പോൾ ഈ ക്ലാമ്പുകളും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോവാം. ഇവിടെ തന്നെ ഇട്ട് സൈഡിലേക്കൂടെ സ്ലൈഡ് ചെയ്ത് കയറ്റാനാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഫിനിഷായി. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പലക എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഇതിന് സൈഡിൽ 4 സൈഡിൽ 4 ചെറിയ ചെറിയ ഹോളുണ്ട്. മനസ്സിലായി? ഈ ഒരു ക്ലാമ്പിന് വേറൊരു സൈഡുണ്ടല്ലോ. അപ്പോൾ ആ സൈഡിലേക്ക് ഇതിൻ്റെ ഈ ഒരു ഹോള് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിലേക്ക് ആ 4 ചെറിയ സ്ക്രൂ ചെയ്ത് കയറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേളിലത്തെ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഞാൻ ഇത് സ്ലൈഡ് ചെയ്ത് കയറ്റിട്ട് ആദ്യം ഇങ്ങനെ ഉണ്ടോ തിരിച്ചല്ലേ. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സൈഡ് ഇങ്ങോട്ട് തള്ളി കയറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് പതുക്കെ ഇവിടെ ജോയിൻ ചെയ്ത് ഈ ഒരു ഹോളും ഈ ഒരു ക്ലാമ്പും ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഓട്ടയില്ല. ഓക്കെ, ഇപ്പം ഇത് സ്ലൈഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയ ആണികൾ ഞാൻ ഈ ക്ലാമ്പിലേക്ക് പിടിപ്പിക്കാൻ പോവുകയാണ്. സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് മേളിലത്തെ രണ്ട് ആണി പിടിപ്പിക്കുക, പിന്നെ താഴത്തെ 2 ആണി പിടിപ്പിക്കുക. അപ്പോൾ
ഇവിടെ ഓട്ടം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഡ്രില്ലറിൻ്റെ ആവശ്യം വരത്തില്ലെന്ന്. നാലാമത്തെ ആണിയും കയറ്റി. അപ്പോൾ നമ്മുടെ ബുക്കിൽ ഇനിയൊന്നുമില്ല, ഫൈനൽ സ്റ്റെപ്പും തീർന്നു. യെസ്, അപ്പോൾ നമ്മുടെ പണി തീർന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ടിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ടേബിൾ നോക്കാം. സോ നമ്മുടെ കോഫി ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? ഏകദേശം 1 മണിക്കൂർ എടുത്തു ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും നാട്ടിലൊക്കെ എന്ത് സുഖമാണ് എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ നമുക്ക് ഫിറ്റായിട്ട് തന്നെ കിട്ടും, കടയിൽ നിന്ന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ആളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതുപോലെ എന്ത് ചെറിയ സാധനം വാങ്ങിച്ചാലും നമ്മൾ തന്നെ ഇതുപോലെ അസംബിൾ ചെയ്യണം, നമ്മൾ തന്നെ അതിൻ്റെ പുറകിലിരുന്ന് കുറേ സമയം കളയണം. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളായിട്ട് ചെയ്തൊരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മളെന്തോ ഭയങ്കരമായിട്ട് ചെയ്തു എന്നൊരു തോന്നലൊക്കെ വരും. അപ്പോൾ അതൊരു രസമാണ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ പറയുക, കുറേ സമയം അതിൻ്റെ പുറകെ നമ്മൾ കളയണം. അതുപോലെ തന്നെ കുറേ എഫേർട്ട് ഇടണം. പിന്നെ ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടാവില്ല, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവസാനം നമ്മൾ ആ സാധനം ഫുള്ളായിട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര നമ്മൾ ചെയ്തതാണല്ലോ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് വേറൊരു രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.